19 ആണ്ടിന്റെ കാത്തിരിപ്പിന് സ്വപ്നതുല്യമായ പരിസമാപ്തി. സർവാഭരണ വിഭൂഷിതയായെത്തിയ അമ്മ തമ്പുരാട്ടിയുടെ തിരുമുടി ഉയർന്നപ്പോൾ ആചാര്യസ്ഥാനികരും വിശ്വാസികളും അരിയെറിഞ്ഞ് വരവേറ്റു. ഭക്തസഹസ്രങ്ങൾക്ക് ദർശന സായുജ്യമേകി പൊയ്ക്കണ്ണ ധരിച്ച് ദീപക്കാലം ചുഴറ്റി ഭഗവതിമാർ ക്ഷേത്രത്തെ വലം വെച്ചു. 2 ഭഗവതിമാർ ഒരുമിച്ചെത്തിയതിന്റെ അപൂർവതയ്ക്കാണ് നീലേശ്വരം പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം സാക്ഷ്യം വഹിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. 18 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് 8-ാം തീയതിയാണ് നീലേശ്വരം പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവത്തിന് കൊടിയേറിയത്. നരമ്പിൽ ഭഗവതി, കണ്ണങ്കാട്ട് ഭഗവതി, പുലിയൂർ കാളി, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി, പാടാർകുളങ്ങര ഭഗവതി, പുലിയൂർ കണ്ണൻ, തൽസ്വരൂപൻ, വേട്ടക്കൊരു മകൻ, കൈക്കോളൻ, ചങ്ങനും പൊങ്ങനും, ദൈവക്കൂത്ത് തുടങ്ങി 13 തെയ്യങ്ങൾ ഓരോ ദിവസവും അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. സമാപന ദിവസമായ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം തിരുസന്നിധിയിലെത്തിയ മുച്ചിലോട്ടമ്മമാരുടെ തിരുമുടി നിവരുന്നത് കാണുവാൻ പതിനായിരങ്ങളാണ് കണ്ണിമ ചിമ്മാതെ കാത്തിരുന്നത്. കൈലാസക്കല്ലിൽ ഭഗവതിയുടെ തിരുമുടി നിവരുമ്പോൾ പുരുഷ മേധാവിത്വത്തിൻ്റെ ഇരയായി നാടുവിട്ട് പെരുമ്പുഴ കടന്ന് കരിവെള്ളൂരിലെത്തി ആത്മാഹുതി ചെയ്ത ബ്രാഹ്മണ കന്യകയുടെ പുരാവൃത്തത്തെ അനുസ്മരിച്ച് ഭഗവതിയുടെ പ്രതിപുരുഷനും ബാല്യക്കാരും മേലേരി കയ്യേറ്റു. തുടർന്ന് ചെത്തിപ്പൂമാല കൊണ്ട് അലങ്കൃതമായ വർണ്ണമുടിയണിഞ്ഞ ദേവിമാരെ വിശ്വാസികൾ അരിയെറിഞ്ഞ് സ്വീകരിച്ചു. ദേവവാദ്യമായ തകിലിൻ്റെയും ചീനിക്കുഴലിൻ്റെയും അനന്യസുന്ദരമായ പതിഞ്ഞ താളത്തിനൊപ്പം പൊയ്ക്കണ്ണണിഞ്ഞ് കൈകളിൽ വെള്ളോട്ട് പന്തം ചുഴറ്റി ഭഗവതിമാർ ക്ഷേത്രത്തിന് 3 തവണ വലം വെച്ചു. തുടർന്ന് മണിക്കിണറിൽ നോക്കി പൂവിട്ട് തിരുവായുധം ഏറ്റുവാങ്ങി. അനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് കാത്തിരുന്ന ഭക്തർക്ക് മഞ്ഞക്കുറി നൽകി അനുഗ്രഹിച്ചത്. അനുഗ്രഹം ഏറ്റുവാങ്ങുവാനെത്തിയവരുടെ നിര കിലോമീറ്ററുകൾ പിന്നിട്ടതോടെ കളിയാട്ടത്തിന്റെ കലാശം രാത്രിയേറെ വൈകുന്നതുവരെ നീണ്ടു. അർദ്ധരാത്രിയോടെ വെറ്റിലാചാരത്തിനു ശേഷമാണ് ഭഗവതിമാർ തിരുമുടി താഴ്ത്തിയത്. 19 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് നടന്ന പെരുങ്കളിയാട്ടത്തിൻ്റെ ഭക്തിനിർഭരമായ മുഹൂർത്തങ്ങൾ നേരിൽ കണ്ട സംതൃപ്തിയിലാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ 2 കോലങ്ങൾ സന്നിധിയിലെത്തിയ ജില്ലയിലെ ഏക ക്ഷേത്രത്തിൽ നിന്നും ഭക്തർ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.